ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ അടുത്ത് പുറത്തിറങ്ങിയ പൂനെ ഹൈവേ എന്ന ഹിന്ദി ഭാഷയിലുള്ള ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ ചിത്രമാണ്. ഈ സിനിമയുടെ ആശയം എന്താണെന്ന് വെച്ചാൽ, പൂനെ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു കായലിൽ ഒരു ദിവസം പോലീസിന് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നു. എന്നാൽ കൊലയാളി ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ രഹസ്യങ്ങളും ചുരുളഴിയാൻ തുടങ്ങി. തുടർന്ന് സിനിമയിൽ എന്ത് സംഭവിച്ചു, ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ആരായിരുന്നു, കൊലപാതകത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ മൃതദേഹം എങ്ങനെ ആ കായലിന്റെ അരികിലെത്തി, ക്ലൈമാക്സിൽ ഇതിനെല്ലാം കാരണം ഇയാളാണോ എന്ന് നമ്മളെ ഞെട്ടിക്കുന്ന ആ ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് ഈ വീഡിയോയിലൂടെ കാണാം. സിനിമയുടെ ആദ്യ സീനിൽ പൂനെയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു കായലിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നത് നമ്മൾ കാണുന്നു. ആ മൃതദേഹം ഇതിനകം അഴുകി തുടങ്ങിയിരുന്നു. വഴിയിൽ പോവുകയായിരുന്ന ആരോ മൃതദേഹം കണ്ട് ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. വിവരം അറിഞ്ഞ ഉടൻ പോലീസ് സംഘം സ്ഥലത്തെത്തുന്നു. ഈ സീൻ കട്ട് ചെയ്ത് കഥ വർഷങ്ങൾ പിന്നിലേക്ക് പോകുന്നു. ഇപ്പോൾ വിഷ്ണു, ബാബു, പ്രമോദ്, നിക്കി, നതാഷ എന്നീ 5 സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്ന ഈ 5 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വീണ്ടും സീൻ കട്ട് ചെയ്ത് കഥ ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം, അതായത് പ്രസന്റിലേക്ക് മാറുന്നു. 5 സുഹൃത്തുക്കളിൽ ബാബു എന്നൊരാൾ ഇപ്പോൾ കോമയിലാണ്. അവനെ കാണാനായി മറ്റു 3 സുഹൃത്തുക്കളും വന്നിരിക്കുകയാണ്. ഇവിടെ ഈ സീനും കട്ട് ചെയ്ത് 14 വർഷം മുൻപ് ബാബുവിന് എന്ത് സംഭവിച്ചു എന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഈ 4 സുഹൃത്തുക്കളും ഒരു ദിവസം യാത്ര പോകുമ്പോൾ റോഡിൽ ആരോ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. മുൻ സീറ്റിലിരുന്ന ബാബു അത് ആരാണെന്ന് നോക്കാൻ ഇറങ്ങിച്ചെല്ലുന്നു. ബാബു വീണ് കിടക്കുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയ ഉടൻ അപ്രതീക്ഷിതമായി അവിടേക്ക് വന്ന കുറച്ച് ആളുകൾ ബാബുവിനെ അടിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് അവന്റെ സുഹൃത്തുക്കൾ കാറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രമോദ് മാത്രം ആക്രമിക്കുന്നവരെ നോക്കി, ആരും കാറിൽ നിന്ന് താഴെ ഇറങ്ങരുത്, അവരെല്ലാം അമാൻ സേക്കറിന്റെ ആളുകളാണ്, നമ്മൾ താഴെ ഇറങ്ങിയാൽ നമ്മളെയും കൊല്ലുമെന്ന് പറയുന്നു. കണ്ടു നിൽക്കെ തന്നെ അമാൻ സേക്കറിന്റെ ആളുകൾ ബാബുവിനെ അതിക്രൂരമായി ആക്രമിച്ച് തളർത്തി കളയുന്നു. അവരുടെ ആക്രമണം കാരണമാണ് ബാബു ഇപ്പോൾ തളർന്ന് കിടപ്പിലായത്. ഈ വിവരം അറിഞ്ഞ ഉടൻ പോലീസ് സ്ഥലത്തെത്തുന്നുണ്ട്. പോലീസ് വന്നപ്പോൾ പ്രമോദ് തന്റെ 2 സുഹൃത്തുക്കളോടായി ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും ആക്രമിച്ചത് അമൻസേക്കറിന്റെ ആളുകളാണെന്ന് പറയരുത്. അമൻസേക്കറുമായി ശത്രുതയിലായാൽ നമ്മളും ജീവനോടെ ഉണ്ടാവില്ല. റോഡിൽ ഏതോ കൊള്ളക്കാർ കാറ് തടഞ്ഞ് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ മതി. മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. അവന്റെ വാക്ക് കേട്ട് കൂടുതൽ ഭയപ്പെട്ട വിഷ്ണുവും നിക്കിയും പോലീസ് വന്ന് ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ പറയുന്നു. ഇവർ ഭയപ്പെടുന്ന ഈ അമാൻ സേക്കർ വളരെ വലിയൊരു റൗഡിയും രാഷ്ട്രീയക്കാരനുമാണ്. ഇതോടെ സീൻ കട്ട് ചെയ്ത് കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. നമുക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമയിലെ നായകന്മാരിൽ ഒരാളായ പ്രമോദ് ഇപ്പോൾ ആ അമാൻ സേക്കറിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. വിഷ്ണു നഗരത്തിലെ ഒരു വലിയ ക്രിമിനൽ അഭിഭാഷകനാണ്. എന്നാൽ നിക്കി താനൊരു വലിയ സംവിധായകനാകണം എന്ന ആഗ്രഹത്തിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ സുഹൃത്തിന് ഈ അവസ്ഥ വരുത്തിയ അമാൻ സേക്കറിന്റെ കൂടെ പ്രമോദ് ജോലി ചെയ്യുന്നതിൽ വിഷ്ണുവിനും നിക്കിയും ഇടയ്ക്കിടെ ദേഷ്യം വരാറുണ്ടായിരുന്നു. മറുവശത്ത് കായലിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടിരുന്നല്ലോ. ആ കേസിന്റെ അന്വേഷണം ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ പ്രഭാകറിനെ ഏൽപ്പിക്കുന്നു. പ്രഭാകർ ആ മൃതദേഹം നിരീക്ഷിച്ചപ്പോൾ കയ്യിൽ ഒരു സ്വർണ്ണവളയുണ്ടായിരുന്നു. ഇതിനർത്ഥം മോഷണത്തിന് വേണ്ടിയല്ല ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്, മറ്റേതോ ശത്രുതയുടെ പേരിൽ കൊലപ്പെടുത്തിയ ശേഷം ഇതൊരു മോഷണ കേസ് ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. മറ്റൊരു വശത്ത് പ്രമോദ്, നിക്കി, വിഷ്ണു, നതാഷ എന്നിവർ മറ്റൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നു. വിഷ്ണുവും നതാഷയും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പരസ്പരം വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഇരുവരും വേർപിരിഞ്ഞ് പരസ്പരം കാണുന്ന പോലും ഇഷ്ടപ്പെടുന്നില്ലെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം ആ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനായി പ്രഭാകർ വരുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് പെൺകുട്ടിയുടെ തലയ്ക്ക് ശക്തമായി അടിയേറ്റതിനാലാണ് അവൾ മരിച്ചത്. പെൺകുട്ടിയുടെ മേൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ ബലാത്സംഗമോ നടന്നിട്ടില്ല. എന്നാൽ മൃതദേഹം ഏകദേശം 4 ദിവസത്തോളം വെള്ളത്തിൽ കിടന്നതിനാൽ മറ്റു തെളിവുകളൊന്നും ലഭിക്കുന്നില്ല. മറുവശത്ത് അമാൻ സേക്കർ എന്ന വലിയ റൗഡിയും രാഷ്ട്രീയക്കാരനുമായ അയാളുടെ മകൾ മോനയെ മറ്റൊരു പാർട്ടിയിലെ രാഷ്ട്രീയക്കാരന്റെ മകനായ അരവിന്ദന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ അരവിന്ദന് മോനയെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം മറ്റു വഴികളില്ലാതെ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. അടുത്ത സീനിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പ്രഭാകറിനെ വിളിച്ച് ഒരു ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്നു. സർ, കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു എന്ന് മനസ്സിലായി. മിക്കവാറും ആ ഗർഭത്തിന് കാരണമായവൻ തന്നെയായിരിക്കും ഈ കൊലപാതകവും ചെയ്തത്. ആദ്യം പ്രഭാകർ ഇതൊരു അജ്ഞാത മൃതദേഹമാണെന്ന് കരുതി അന്ത്യകർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മൃതദേഹം അവളുടെ കുടുംബത്തിന് തന്നെ കൈമാറാൻ തീരുമാനിക്കുന്നു. ഈ ഭാഗത്ത് പ്രമോദ് എങ്ങനെയാണ് അമൻ സേക്കറിന്റെ അടുത്ത് ജോലിക്ക് കയറിയതെന്ന് നമ്മളെ കാണിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പ്രമോദ് പലയിടത്തും ജോലി അന്വേഷിച്ചെങ്കിലും എവിടെയും കിട്ടാത്തതുകൊണ്ട് അവസാനം അമാൻ സേക്കറിന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ജോലി തരുമോ എന്ന് യാചിക്കുന്നു. പ്രമോദ് ഒരു അഭ്യസ്ത വിദ്യനായതുകൊണ്ട് അമൻ സേക്കർ അവനെ PA ആയി ജോലിക്ക് വെക്കുന്നു. അമൻ സേക്കറിന്റെ മോന എന്ന ഒരു ചെറിയ മകളുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും മോന പ്രമോദിനെ അങ്കിൾ എന്ന് വിളിച്ച് അവന്റെ കൂടെ കളിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. പ്രമോദ് പതിവ് പോലെ അമൻ സേക്കറിന്റെ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നുണ്ട്. മോനെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമൻ സേക്കർ ഇങ്ങനെ പറയുന്നുണ്ട്: പ്രമോദ്, നിനക്കറിയാലോ, അവൾ ആരും പറയുന്നത് കേൾക്കില്ല. അടുത്ത മാസം അവളുടെ വിവാഹമാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും തയ്യാറെടുക്കുമ്പോൾ അവൾ 3 ആഴ്ചത്തേക്ക് ധ്യാനത്തിന് പോയേക്കാണെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പ്രമോദ് അമൻ സേക്കറിനോട് പറയുന്നുണ്ട്: സാർ, നിങ്ങൾ വിഷമിക്കേണ്ട, മോന വളരെ ബുദ്ധിമതിയും ധൈര്യശാലിയുമാണ്.
കാര്യമാണ്, എവിടെ പോയാലും സുരക്ഷിതമായി തിരിച്ചു വരും. അടുത്ത സീനിൽ നിക്കി തന്റെ എഡിറ്റിംഗ് റൂമിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി കായലിന്റെ അരികിൽ ആരോ ഓടിക്കുന്നത് പോലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവനെ കാണാനായി വിഷ്ണു അവിടേക്ക് വരുന്നു. വിഷ്ണു അവന്റെ എഡിറ്റിംഗ് റൂം നോക്കുമ്പോൾ അവൻ വരച്ച വിചിത്രമായ ചിത്രങ്ങൾ കാണുന്നു. അതിൽ ഒരു സ്ത്രീ അർദ്ധനഗ്നയായി ഒരു പുരുഷനുമായി പ്രണയിക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു. ഇത് കണ്ട വിഷ്ണു ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താടാ ഇത്, ഇങ്ങനൊരു ചിത്രം വരച്ചിരിക്കുന്നത്? അതിന് നിക്കി ചിരിച്ചുകൊണ്ട് തന്റെ കുട്ടിക്കാലത്തെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. നിക്കി കുട്ടിയായിരുന്നപ്പോൾ അവന്റെ അച്ഛൻ ഒരു റോഡ് അപകടത്തിൽ മരിച്ചുപോയിരുന്നു. നിക്കിയുടെ അമ്മ അവനെ വളരെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. എന്നാൽ ഒരു ദിവസം അവന്റെ അമ്മ നിക്കിയോട് പറയുന്നുണ്ട്, ഒരു ഇൻഷുറൻസ് ഓഫീസർ വീട്ടിലേക്ക് വരുന്നുണ്ട്, നീ കുറച്ചു നേരം പുറത്തു പോയിട്ട് കളിച്ചിട്ട് വാ. പുറത്തുപോയ നിക്കി ഇരുവരും എന്ത് ചെയ്യുകയാണെന്ന് ജനലിലൂടെ നോക്കിയപ്പോൾ അവന്റെ അമ്മ ആ ഇൻഷുറൻസ് ഓഫീസറുമായി പ്രണയിക്കുന്നത് കാണുന്നു. തന്റെ അമ്മയുടെ ആ പെരുമാറ്റം കണ്ട നിക്കിക്ക് കുട്ടിക്കാലം മുതലേ സ്ത്രീകളോട് വെറുപ്പായിരുന്നു. പിറ്റേന്ന് രാവിലെ ഇൻസ്പെക്ടർ പ്രഭാകരന് കായലിൽ നിന്ന് കിട്ടിയ മൃതദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവള പരിശോധിച്ചപ്പോൾ വളയുടെ പിന്നിൽ ഹോൾമാർക്കിനൊപ്പം ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ ഏത് കടയുടേതാണെന്ന് പരിശോധിച്ചപ്പോൾ കട കണ്ടെത്തുന്നു. ആ സീരിയൽ നമ്പർ കാണിച്ച് ഈ വള ആരാണ് പണിയിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റാണ് വെളിപ്പെടുത്തുന്നത്. കൊല്ലപ്പെട്ട ആ പെൺകുട്ടി മറ്റാരുമല്ല, അമൻ സേക്കറിന്റെ മകൾ മോനയായിരുന്നു. മോന മരിച്ചുപോയെന്ന് അറിഞ്ഞയുടൻ അമൻ സേക്കറും പ്രമോദും അതിയായ ദുഃഖത്തോടെ കരയാൻ തുടങ്ങുന്നു. മോനയെ തന്റെ സഹോദരിയെ പോലെ കണ്ടിരുന്ന പ്രമോദിനും അവളെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ഇൻസ്പെക്ടർ പ്രഭാകർ അന്വേഷണത്തിനായി അമൻ സേക്കറിന്റെ വീട്ടിലെത്തുന്നു. പ്രഭാകർ അമൻ സേക്കറിനോട് ചോദിക്കുന്നുണ്ട്, സാർ, നിങ്ങളോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടായിരുന്നോ? ആ ശത്രുതയുടെ പേരിൽ നിങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയതായി നിങ്ങൾക്ക് സംശയമുണ്ടോ? അപ്പോൾ അവിടെ ഇരുന്ന പ്രമോദ് ഇങ്ങനെ പറയുന്നുണ്ട്, സാർ, നഗരത്തിൽ അമൻ സേക്കർ സാറിനെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മകളെ കൊല്ലാനുള്ള ധൈര്യം ആർക്കുമില്ല. പക്ഷേ മോനയുടെ വിവാഹം നിശ്ചയിച്ചിരുന്ന അരവിന്ദിന് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു എന്ന് അവന്റെ സുഹൃത്തുക്കൾ വഴി എനിക്ക് അറിയാമായിരുന്നു. ഒരുപക്ഷെ അവൻ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടാവും. എനിക്കെന്തോ അവന്റെ മേൽ സംശയമുണ്ട്. ഉടനെ തന്നെ പ്രഭാകർ അരവിന്ദിന്റെ വീട്ടിൽ പോയി അവനെ അറസ്റ്റ് ചെയ്യുന്നു. അരവിന്ദിന്റെ മുറി പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ആസിഡ് കുപ്പി കണ്ടെത്തുന്നു. പ്രഭാകറിന് കൂടുതൽ സംശയം തോന്നി ഉടനെ തന്നെ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അരവിന്ദിനെ എത്ര തല്ലി ചോദ്യം ചെയ്തിട്ടും അവൻ പറയുന്നുണ്ട്, സാർ, എനിക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് മോനയുമായുള്ള വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അവളെ കൊല്ലാനുള്ള ധൈര്യം എനിക്കില്ല സാർ. അവൻ കരഞ്ഞുകൊണ്ട് പറയാണ്. ഇപ്പോൾ പ്രഭാകരനും അവൻ കൊലപാതകം ചെയ്തിരിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. പിന്നീട് മോനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് കരുതി അവർ പരിശോധിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മോനയുടെ എല്ലാ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലും ഒരു കമന്റ് മാത്രം സ്ഥിരമായി കാണുന്നു. ആ കമന്റ് ചെയ്യുന്ന വ്യക്തിയുടെ പ്രൊഫൈലിൽ പോയി നോക്കിയപ്പോൾ മസിൽ മാൻ എന്നായിരുന്നു അക്കൗണ്ടിന്റെ പേര്. അതല്ലാതെ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ ഉണ്ടായിരുന്നില്ല. ആ മസിൽ മാൻ എന്ന വ്യക്തിയുടെ കമന്റുകൾ വളരെ വിചിത്രമായിരുന്നു. അക്കൗണ്ടിന്റെ IP അഡ്രസ്സ് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അതും സാധിക്കുന്നില്ല. ഇതിനിടെ വിഷ്ണു ഒരു ക്രിമിനൽ അഭിഭാഷകനായതുകൊണ്ട് അരവിന്ദിന്റെ അച്ഛൻ മകനെ രക്ഷിക്കാനായി വിഷ്ണുവിനെ വക്കീലായി നിയമിക്കുന്നു. അതേസമയം ഓഫീസർ പ്രഭാകർ കായലിന്റെ പരിസരത്ത് CCTV ക്യാമറകളുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഒരു ഫുട്ടേജ് ലഭിക്കുന്നു. അതിൽ മോനയുടെ കാർ ഒരാൾ അതിവേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത് റെക്കോർഡായിരുന്നു. കാറിൽ മോനയുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ അവളെ കാണാനില്ലായിരുന്നു. മോനയുടെ കാർ ഓടിച്ചിരുന്ന ആ വ്യക്തിയുടെ മുഖം കാണാൻ ശ്രമിച്ചെങ്കിലും മുഖം മറച്ചിരുന്നു. മറ്റൊരു വശത്ത് അരവിന്ദിന്റെ അച്ഛനും ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചു പറയുന്നുണ്ട്, എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമൻ സേക്കറിന്റെ മകൾ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അതുകൊണ്ടാണ് അവൾ കാമുകന്റെ കൂടെ ഒളിച്ചോടി പിന്നീട് കൊല്ലപ്പെട്ടത്. ഇത് കഴിഞ്ഞ് കുറച്ചു സമയത്തിന് ശേഷം ഞെട്ടിക്കുന്ന രീതിയിൽ മോന മറ്റൊരു ആൺകുട്ടിയുമായി അടുത്തിടപഴകുന്ന ഒരു വീഡിയോ വൈറലാകുന്നു. ഇത് കണ്ട ആളുകൾ മോനയുടെ സ്വഭാവം ശരിയല്ലായിരുന്നു, അവൾ മറ്റാരുടെയോ കൂടെ ഒളിച്ചോടി കൊല്ലപ്പെട്ടതാണ് എന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട പ്രമോദിന് ദേഷ്യം വരുന്നുണ്ട്. ഇത് തീർച്ചയായും അരവിന്ദിന്റെയും അവന്റെ അച്ഛന്റെയും പണിയാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്ന് അരവിന്ദിനെ അടിക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അരവിന്ദിന് വേണ്ടി വാദിക്കാൻ വന്ന വിഷ്ണു അവനെ തടയുന്നു. വിഷ്ണു അരവിന്ദിന് വേണ്ടി വാദിക്കാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ പ്രമോദിന് ദേഷ്യം കൂടുന്നു. വിഷ്ണു, നീ എന്ത് പണിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സൗഹൃദത്തെ മാനിച്ച് ഈ കേസിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്നു. അതിന് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുന്നു, പ്രമോദ്, നീ അമൻ സേക്കറിന്റെ കൂടെ ജോലി ചെയ്യരുതെന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. നീ എന്റെ വാക്ക് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ അരവിന്ദ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിഞ്ഞിട്ടില്ല. നീ അവനെ കൊലയാളിയായി കണ്ട് എന്നോട് കേസിൽ നിന്ന് പിന്മാറാൻ പറയുന്നു. നോക്ക് പ്രമോദ്, നമ്മുടെ സൗഹൃദം വേറെ, നമ്മുടെ ജോലി വേറെ. ഞാൻ ഈ കേസ് വാദിച്ച് യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തും. വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് പ്രമോദിന് വളരെ വിഷമമാവുന്നുണ്ട്. കേസിന്റെ വിചാരണ ആരംഭിച്ചപ്പോൾ വിഷ്ണു അരവിന്ദൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്നു. അരവിന്ദൻ നിരപരാധിയായത് കണ്ട് ജഡ്ജി അവനെ വിട്ടയക്കാൻ ഉത്തരവിടുന്നു. എന്നാൽ ഇപ്പോഴും പ്രഭാകരനും അവന്റെ സംഘത്തിനും യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താൻ കഴിയാതെ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവുന്നു. ഇതോടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഞെട്ടിക്കുന്ന രീതിയിൽ പോലീസ് നതാഷയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഈ വാർത്ത കേട്ട് ഞെട്ടിയ വിഷ്ണു ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് ഓടി വരുന്നു. നതാഷ പ്രമോദിന്റെ സഹോദരി ആയതുകൊണ്ട് അവൻ ഉടനെ തന്നെ ഫോൺ വിളിച്ച് വിവരം അറിയുന്നു. വിഷ്ണു, എന്റെ സഹോദരി ഈ കൊലപാതകം ചെയ്യാൻ സാധ്യതയില്ല, അവളെ രക്ഷിക്കണം. ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. നതാഷയും വിഷ്ണുവും മുൻപ് പ്രണയിച്ച് വേർപിരിഞ്ഞവരായതുകൊണ്ട് വിഷ്ണു എത്ര സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അവൾ ശരിയായി സംസാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വിഷ്ണുവിനും നതാഷയ്ക്കും ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാൻ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു ദിവസം നതാഷ, നിക്കി, പ്രമോദ്, വിഷ്ണു എന്നിവർ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. പ്രമോദ് വരുമ്പോൾ മോനെയും
കൂടെ വന്നിരുന്നു. വിഷ്ണുവും നതാശയും പ്രണയത്തിലായതുകൊണ്ട് നതാശ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിഷ്ണുവിനോട് എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവളുടെ പ്രപ്പോസലിന് വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അവൻ അതെ എന്നോ അല്ല എന്നോ പറയാതെ നിന്നത് കണ്ടപ്പോൾ നതാശയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ അപമാനം തോന്നുന്നു. അന്നു മുതൽ അവർക്കിടയിൽ അകൽച്ച കൂടുന്നു. എന്നാൽ നതാശയ്ക്ക് വിഷ്ണു മറ്റേതോ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് അവൻ തന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തതെന്നും സംശയം തുടങ്ങുന്നു. ആ സംശയത്തിൽ അവനെ പിന്തുടർന്നപ്പോൾ ഒരു പാർട്ടിയിൽ വെച്ച് അവനും മോനെയും നൃത്തം ചെയ്യുന്നത് കാണുന്നുണ്ട്. അവിടെ പ്രമോദും നിക്കിയും ഉണ്ടായിരുന്നു. എന്നാൽ സംശയത്തിലായിരുന്ന നതാശ ഈ മോനെയാണ് വിഷ്ണുവിനെ എന്നിൽ നിന്ന് അകറ്റുന്നത് എന്ന് കരുതി ദേഷ്യത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ കരണത്തടിക്കുന്നു. നതാശ അടിച്ചതിന്റെ ശക്തിയിൽ മോനയുടെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുന്നു. നതാശ അകാരണമായി തന്നെ സംശയിക്കുന്നത് കണ്ട മോനയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. അവളും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നതാശയെ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നു. വാക്കുതർക്കം രൂക്ഷമായപ്പോൾ മോന അതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോയിൽ അവൾ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം ഈ നതാശ ആന്റിയാണ്. ഇപ്പോൾ പ്രസന്റിൽ ഇൻസ്പെക്ടർ പ്രഭാകർ ഇതേ വീഡിയോ നതാശയെ കാണിക്കുന്നു. നതാശ, ഈ ഒരു വീഡിയോ മതി നിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിലിടാൻ. സത്യം പറ, മോനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? മൃതദേഹം എന്തിനാണ് ആ കായലിൽ കൊണ്ടിട്ടത് എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. അതിന് നതാശ പറയുന്നുണ്ട്, സർ, എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാൻ എന്തിനാണ് മോനെ കൊല്ലണേ? ഞാൻ സ്നേഹിച്ചിരുന്ന വിഷ്ണുവിനെ അവൾ എന്നിൽ നിന്ന് അകറ്റുന്നു എന്ന സംശയത്തിൽ അവളുമായി വഴക്കിട്ടു, അത്രമാത്രം. വഴക്കിട്ടതല്ലാതെ അവളെ കൊല്ലാനുള്ള ക്രൂരത എനിക്കില്ല സർ. അതിന്റെ പ്രഭാകർ പറയുന്നുണ്ട്, ശരി, നീ പറയുന്നത് സത്യമാണെന്ന് കരുതാം. എന്നാൽ മോനെ കൊല്ലപ്പെട്ട ദിവസം നീ എവിടെയായിരുന്നു? അവന്റെ ചോദ്യം കേട്ട് പരിഭ്രാന്തയായ നതാശ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇത് കണ്ട് പ്രഭാകരനും അവന്റെ സംഘത്തിനും നതാശയുടെ മേൽ സംശയം കൂടുന്നു. നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവളെ സെല്ലിനകത്താക്കുന്നു. സീൻ കട്ട് ചെയ്ത് അന്ന് രാത്രി മോനയുടെ എല്ലാ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾക്കും കമന്റ് ചെയ്തിരുന്ന ആ മസിൽമാൻ എന്നയാളുടെ വീട് കണ്ടെത്തുന്നു. ആ മസിൽമാൻ മറ്റാരുമല്ല, അത് നിക്കിയായിരുന്നു. വീട് മുഴുവൻ പരിശോധിച്ചപ്പോൾ അവന്റെ എഡിറ്റിംഗ് റൂമിൽ അവൻ വരച്ച വിചിത്രമായ ചിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളും കണ്ട് അവന്റെ മേൽ സംശയം വർദ്ധിക്കുന്നു. പിന്നീട് അവന്റെ എഡിറ്റിംഗ് കമ്പ്യൂട്ടർ തുറന്നു നോക്കിയപ്പോൾ മറ്റൊരു ടെസ്റ്റ് വെളിപ്പെടുന്നു. മോനയുടെ മൃതദേഹം കായലിൽ നിന്ന് കിട്ടിയിരുന്നല്ലോ. അവൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരോ ഓടിക്കുന്നത് പോലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യം അതിലുണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രഭാകർ നിക്കിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കാൻ തുടങ്ങുന്നു. എന്നാൽ വിചിത്ര സ്വഭാവക്കാരനായ നിക്കി പറയുന്നത് എന്തെന്നാൽ, സർ, എന്റെ കമ്പ്യൂട്ടറിലുള്ള ഫൂട്ടേജ് കണ്ടിട്ടാണോ? സർ, ഞാൻ അത് എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. മോനെ പീഡിപ്പിക്കുന്ന എഡിറ്റ് ചെയ്ത വീഡിയോകളുണ്ട്, അത് കാണ് എന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോ കണ്ട വിഷ്ണുവിനും ഇൻസ്പെക്ടർ പ്രഭാകരനും ഒരേ സമയം ഞെട്ടലുണ്ടാവുന്നു. ഉടനെ തന്നെ പ്രഭാകർ നിക്കിയും സെല്ലിലിട്ട് വിഷ്ണുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ വിഷ്ണു പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നതാശയെ കാണുന്നു. അന്ന് നതാശ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ താൻ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന് അവൻ വിശദീകരിക്കുന്നു. വിഷ്ണുവിന്റെ അച്ഛൻ ചെറുപ്പത്തിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയിരുന്നു. അവന്റെ അമ്മ അവനെ തനിച്ച് സ്നേഹത്തോടെ വളർത്തി. വിഷ്ണുവും അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം ബീച്ചിൽ കളിക്കാൻ പോയപ്പോൾ അവൻ മുങ്ങി താഴുന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവന്റെ അമ്മ മരിച്ചുപോയിരുന്നു. പ്രസന്റിൽ വിഷ്ണു നതാശയോടെ ഇങ്ങനെ പറയുന്നുണ്ട്, നതാശ, ഞാൻ ചെറുപ്പത്തിൽ എന്റെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തെ നേരത്തെ കൊണ്ടുപോയി. പിന്നീട് ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ അമ്മയെയും കൊണ്ടുപോയി. എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ദൈവം അത് പെട്ടെന്ന് തട്ടിയെടുക്കും. നിന്നെ ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ നിന്നെ വിവാഹം കഴിച്ചാൽ നിന്നെയും ദൈവം എന്നിൽ നിന്ന് തട്ടിയെടുത്താലോ? അതുകൊണ്ടാണ് അന്ന് പാർട്ടിയിൽ വെച്ച് നീ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ ഞാൻ അതെ എന്നോ അല്ല എന്നോ പറയാതിരുന്നത്. പിറ്റേന്ന് രാവിലെ വിഷ്ണു തിരികെ നിക്കിയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ മറ്റൊരു ടെസ്റ്റ് വെളിപ്പെടുന്നു. പോലീസുകാർ കണ്ട നിക്കി മോനെ ഓടിച്ചു പീഡിപ്പിക്കുന്ന വീഡിയോ യഥാർത്ഥത്തിൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിരുന്നു. അതായത് നിക്കിക്ക് സംവിധായകനാകാനുള്ള ആഗ്രഹം കൊണ്ട് മോനെ വെച്ച് ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഓഫീസർ പ്രഭാകരന് നിക്കി കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പായി. അവനെ വിട്ടയക്കുന്നു. ഇവിടെ പ്രമോദ് തന്റെ സഹോദരി നതാശയെ പുറത്തിറക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നു. മോനയുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയി അവൾക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടായിരുന്നോ, മോനയെ മറ്റാരെങ്കിലും കൊല്ലാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ മോനയുടെ സുഹൃത്തുക്കളിൽ നിന്ന് അവൾ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായിരുന്നു എന്ന് അറിയുന്നു. ഉടനെ തന്നെ പ്രമോദ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ വിവരം പ്രഭാകരനെ അറിയിക്കുന്നു. അതേസമയം അവിടെ വന്ന കോൺസ്റ്റബിൾ മറ്റൊരു ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്നു. അന്ന് നതാശയെ ചോദ്യം ചെയ്തപ്പോൾ മോന കൊല്ലപ്പെട്ട സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞിരുന്നില്ലല്ലോ. അതിന് കാരണം നതാശ മോന കൊല്ലപ്പെട്ട സമയത്ത് വിജയ് എന്ന വിവാഹിതനായ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു. വിവാഹിതനായ വിജയുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് പോലീസിനോട് ആ വിവരം പറയാൻ മടിച്ചത്. ഇപ്പോൾ നതാശയ്ക്കും ഈ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് മനസ്സിലായപ്പോൾ അവളെയും വിട്ടയക്കുന്നു. എന്നാൽ താൻ ഇപ്പോഴും ജീവനേക്കാൾ സ്നേഹിക്കുന്ന നതാശയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വിഷ്ണുവിന് വളരെ വിഷമമാവുന്നു. ഇതോടെ സീൻ കട്ട് ചെയ്ത് 2 ദിവസത്തിന് ശേഷം എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് മനസ്സിന് ആശ്വാസത്തിനായി ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നു. എല്ലാവരും നൃത്തം ചെയ്ത് ആസ്വദിക്കുമ്പോൾ അവിടേക്ക് പ്രഭാകർ തന്റെ സംഘവുമായി വരുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലെ ഏറ്റവും വലുതും അപ്രതീക്ഷിതവുമായ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെടുന്നു. മോന കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നല്ലോ. ആ പയ്യൻ ആരാണെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് വിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി ആ പയ്യൻ ആരാണെന്ന് അറിയണ്ടേ വിഷ്ണു എന്ന് വിചിത്രമായി ചിരിക്കുന്നു. അപ്പോൾ മോനയുമായി പ്രണയത്തിലായിരുന്നത് വിഷ്ണു ആണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും വിഷ്ണുവും പോലീസും പ്രമോദിന്റെ അടുത്തേക്ക് വരുന്നു. മോന പ്രണയിച്ചിരുന്നത് ഈ പ്രമോദിനെയായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം പ്രമോദ് ഇതിനകം വിവാഹിതനായിരുന്നു എന്നതാണ്. അവനേക്കാൾ
ഒരാൾ 17 വയസ്സ് കുറവുള്ള മോനെ അവൻ പ്രണയിച്ചിരുന്നു എന്ന് അവിടെ ഉണ്ടായിരുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പ്രഭാകറും വിഷ്ണുവും അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങുന്നു. മോനയുടെ മൊബൈൽ ഫോൺ ലാബിലേക്ക് അയച്ച് പരിശോധിച്ചപ്പോൾ ഒരു ഫയൽ മാത്രം മറച്ചു വെച്ച നിലയിലായിരുന്നു. ഐഫോൺ ആയതുകൊണ്ട് ആ ഫയൽ എളുപ്പത്തിൽ തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവസാനം സൈബർ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ കഷ്ടപ്പെട്ട് ആ മൊബൈൽ അൺലോക്ക് ചെയ്ത് വീഡിയോ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. ആ ഫോൾഡറിൽ മോന നൃത്തം ചെയ്യുന്ന നിരവധി വീഡിയോകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്വകാര്യ വീഡിയോകളിൽ മോന നൃത്തം ചെയ്യുമ്പോൾ മറ്റാരോ റെക്കോർഡ് ചെയ്യുന്നതായി വ്യക്തമായിരുന്നു. റെക്കോർഡ് ചെയ്യുന്ന വ്യക്തി, അതായത് പ്രമോദ്, ഒന്നും സംസാരിക്കാത്തതിനാൽ അവനാണ് റെക്കോർഡ് ചെയ്തതെന്ന് മനസ്സിലായിരുന്നില്ല. പ്രഭാകർ വിഷ്ണുവിനെ വിളിച്ച് ആ വീഡിയോ കാണിച്ചപ്പോൾ വിഷ്ണു ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. മോനയുമായി സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്ന ആ വ്യക്തിയുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ആ ടാറ്റു കണ്ടയുടൻ വിഷ്ണുവിന് മനസ്സിലായി മോനെ പ്രണയിച്ചിരുന്നത് പ്രമോദാണെന്ന്. കാരണം 4 സുഹൃത്തുക്കളും ബാബുവിന്റെ ഓർമ്മയ്ക്കായി ഒരേപോലത്തെ ടാറ്റു അടിച്ചിരുന്നു. ഇപ്പോൾ പ്രമോദ് കരഞ്ഞുകൊണ്ട് മറ്റു വഴികളില്ലാതെ നടന്നതെന്താണെന്ന് വിശദീകരിക്കാൻ തുടങ്ങുന്നു. പ്രമോദ് മോനെ കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നതാണല്ലോ. മോന വളർന്നപ്പോൾ പ്രമോദിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒടുവിൽ ഒരു ദിവസം അവൾ അവനോട് പ്രണയം തുറന്നു പറയുന്നു. എന്നാൽ പ്രമോദ് തുടക്കത്തിൽ മോനെ വഴക്ക് പറയുകയും നീ എന്റെ സഹോദരിയെ പോലെയാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഞെട്ടിക്കുന്ന രീതിയിൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രമോദിനും മോനയോട് ഇഷ്ടം തോന്നി തുടങ്ങി. എന്നാൽ അത്രയും പ്രായവ്യത്യാസം ഉള്ളതുകൊണ്ടും മോനയുടെ അച്ഛനോടുമുള്ള ഭയം കൊണ്ടും പ്രമോദ് ഈ വിഷയം ആരോടും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നിക്കി മോനയെ ആ കായലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്ഥലം വളരെ മനോഹരമാണെന്ന് പറഞ്ഞ് മോന പ്രമോദിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇരുവരും സന്തോഷത്തോടെ സമയം ചെലവഴിക്കുമ്പോൾ മോന ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. അവർ ശാരീരികമായി ബന്ധപ്പെട്ടതുകൊണ്ട് മോന ഇപ്പോൾ ഗർഭിണിയാണ്. ഈ വിവരം കേട്ടയുടൻ പ്രമോദ് പരിഭ്രാന്തനാകുന്നു. പ്രമോദ്, എത്ര നാൾ നമ്മുടെ ബന്ധം രഹസ്യമായി വെക്കാൻ സാധിക്കും? എന്ത് സംഭവിച്ചാലും നമ്മുടെ അച്ഛനോട് ഈ കാര്യം പറയാം എന്ന് മോന പറയുന്നു. എന്നാൽ പ്രമോദ് ഭയന്ന് പറയുന്നുണ്ട്, മോന, ഇപ്പോൾ നമുക്ക് ഈ കുഞ്ഞ് വേണ്ട, സാഹചര്യം നോക്കി നമുക്ക് വിവാഹം കഴിക്കാം, തൽക്കാലം നീ ഈ ഗർഭം അലസിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അവന്റെ വാക്കുകൾ കേട്ട് മോനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്റെ കൂടെ ആസ്വദിക്കുമ്പോൾ ഇതൊന്നും നിനക്ക് ഓർമ്മ വന്നില്ലേ? എനിക്കൊന്നും അറിയില്ല, ഞാൻ ഉടനെ തന്നെ ഈ വിവരം എന്റെ അച്ഛനോടും നിന്റെ സുഹൃത്തുക്കളോടും പറയും എന്ന് പറയുന്നു. ആ ദേഷ്യത്തിൽ മോന അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ പ്രമോദ് അവളെ തടയാൻ ശ്രമിക്കുകയും പിന്നോട്ട് തള്ളുകയും ചെയ്യുന്നു. ഞെട്ടിക്കുന്ന രീതിയിൽ മോന പിന്നിലുണ്ടായിരുന്ന ഒരു മരക്കൊമ്പിൽ തലയിടിച്ച് വീണ് തൽക്ഷണം മരിക്കുന്നു. മോന മരിച്ചുപോയെന്ന് അറിഞ്ഞപ്പോൾ പ്രമോദിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോകുന്നു. ഈ വിവരം മോനയുടെ അച്ഛനോ പോലീസോ അറിഞ്ഞാൽ താൻ ജീവനോടുണ്ടാകില്ലെന്ന് അവൻ ഭയക്കുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവൻ ഒരു ഉപായം കണ്ടെത്തുന്നു. തന്റെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് മോനയെ ഏതോ കള്ളന്മാർ കൊലപ്പെടുത്തിയതാണെന്ന് വരുത്തി തീർക്കുന്നു. കള്ളന്മാരാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും വിശ്വസിക്കാൻ വേണ്ടി അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും അവൻ ഊരിയെടുക്കുന്നു. എന്നാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണവള മാത്രം വളരെ മുറുകിയതായതുകൊണ്ട് അതുൾപ്പെടെ മൃതദേഹം കായലിൽ കൊണ്ടിടുന്നു. ആർക്കും മുഖം കാണാത്ത രീതിയിൽ മോനയുടെ കാർ ഓടിച്ചുപോയി അവൾ എപ്പോഴും സർവീസിന് കൊടുക്കുന്ന ഗ്യാരേജിന് സമീപം ഉപേക്ഷിക്കുന്നു. പിന്നീട് തിരികെ വന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ അഭിനയിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ പ്രസന്റിൽ പ്രമോദ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് എല്ലാവരും ഞെട്ടലോടെ നോക്കുന്നു. ക്ലൈമാക്സിൽ പ്രഭാകർ പ്രമോദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. മറുവശത്ത് അമൻ ശേഖറിന് തന്റെ മകളെ കൊലപ്പെടുത്തിയത് പ്രമോദാണെന്ന് അറിഞ്ഞ് അതിയായ ദേഷ്യം വരുന്നു. തന്റെ മകളെ കൊന്ന പ്രമോദിനെ ജീവനോടെ വിടരുതെന്ന് പറഞ്ഞ് തന്റെ ആളുകളുമായി അവനെ കൊല്ലാനായി പുറപ്പെടുന്നു. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.